ഇപ്പോഴാണ് ഞാനിങ്ങനെ മേക്കപ്പ് യൂസേ ചെയ്തില്ല. ഞാനിങ്ങനെ പറഞ്ഞ നാച്ചുറൽ സ്കിൻ, നാച്ചുറൽ ബ്യൂട്ടി, ഒള്ളി ഐലൈനർ മാത്രമേ ഞാൻ എടുത്തുള്ളായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ദർ ആർ സം ഗേളീസ് എൻ്റെ ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് കുട്ടികളുണ്ട്. അവളുമാരാണെങ്കിൽ വാസ് ലൈക്ക് എടി ഇങ്ങനെ മേക്കപ്പ് ചെയ്താൽ ഇത് എലിവേറ്റ് ചെയ്യും. എന്നെ മേക്കപ്പ് ലൈക്ക് വെരി ബേസിക് മിനിമൽ മേക്കപ്പ് ഒക്കെ എന്നെ പഠിപ്പിച്ചാൽ അവളുമാരാണ്. ഐ എം സോ താങ്ക്ഫുൾ. കാരണം അവരൊന്നും പഠിപ്പിച്ചില്ലായിരുന്നു ഞാൻ ഇങ്ങനെ വന്നിരുന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ട് സംസാരിക്കത്തൊന്നുമില്ലായിരുന്നു. അയ്യോ, ഞാൻ വേറൊരാളുടെ കാര്യം പറഞ്ഞേ. നമ്മുടെ പള്ളിയിൽ ഒരു സാറുണ്ടായിരുന്നു. ഈ സാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണ്, ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാനുള്ള ക്രൈറ്റീരിയ എന്താണ്. അപ്പം നമ്മളിങ്ങനെ നോർമലി ലൈക്ക് ക്യാരക്ടർ അത് ഇതെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോഴത്തേക്കുണ്ടല്ലോ ഇയാൾ പറയാണ് ഫ്രണ്ട്സിൻ്റെ കളറും ഭംഗിയും നോക്കത്തില്ലെന്ന്. അപ്പം നമുക്ക് എല്ലാവർക്കും വിവരമുള്ളവരും കുറേ പിള്ളേർ അത് കയറി ലൈക്ക് സംസാരിച്ചു, അങ്ങനെയൊന്നുമില്ല അതായതെന്നൊക്കെ സംസാരിച്ചു, നമ്മൾ ഡിബേറ്റ് ചെയ്തു. ഞാൻ ഓർക്കാം ഈ പള്ളിയിലുള്ള സാറുമാർക്ക് വരെ അയാൾ എൻ്റെ ഒരു പക്ഷേ പുള്ളി ഒരു പ്രൊഫസർ, അസിസ്റ്റൻറ്റ് പ്രൊഫസറോ എന്താണ്, ഇവർക്ക് പോലും വിവരമില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ലൈക്ക് ഇവരൊക്കെ നമ്മുടെ റോൾ മോഡൽസ് ആവേണ്ട ആൾക്കാരില്ല, ഇവർക്കൊന്നും വിവരമില്ല. ഞാനിങ്ങനെ ഇപ്പോൾ ആലോചിക്കും. അന്നും എനിക്ക് തോന്നിയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു. പക്ഷേ ദ തിങ് ഈസ് ഞാൻ ഭയങ്കര എന്നാ പറയുക, അന്ന് എനിക്ക് ഞാൻ എന്നെ തന്നെ ഭയങ്കര ചൈൽഡ്ഹുഡിൽ ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ചെയ്തിരുന്നു. കാരണം എൻ്റെ സ്കിൻ കളർ കൊണ്ടും എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നൗ യു നോ എനിക്ക് എൻ്റെ സ്കിൻ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്യുന്നൊരു കാര്യമാണ്. ആൻഡ് ലൈക്ക് ദിസ് ഇസ് യൂണിക് കളർ. എൻ്റെ ആക്ച്വലി നമ്മുടെ ഒരു ഭയങ്കര ക്ലോസ് ആൻറ്റിയുടെ പുള്ളിക്കാർ പറയും നമ്മളൊക്കെ ഭയങ്കര ഗ്യാരണ്ടി കളറാണ്, നമുക്കൊന്നും വെയിലടിച്ചാലൊന്നും പറ്റത്തില്ലെന്ന്. ആക്ച്വലി ഭയങ്കര പോസിറ്റീവ് ആക്കുന്ന കുറച്ച് ഫീമെയിൽ എനർജീസ് നമ്മുടെ ചുറ്റിനുള്ളപ്പോൾ എപ്പോഴും നല്ലതാണ്. കാരണം നമുക്ക് എപ്പോഴേലും നമ്മൾ ബാഡ് അടിക്കുമ്പോഴേ അവർ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പം ഇതിനേക്കാളും കൂടുതൽ ആൾക്കാർ ലൈക്ക് ഇതിനേക്കാളും കൂടുതൽ ബുള്ളി ചെയ്യപ്പെട്ട ആൾക്കാർ കാണും. ഇതിൻ്റെ ഒരു 100 അല്ലെങ്കിൽ 1000 ഓഫ് എക്സ്പീരിയൻസിൽ വളരെ കുറച്ച് മാത്രം എക്സ്പീരിയൻസസ് ആണ് ഞാനീ പറഞ്ഞത്. സോ നിങ്ങൾക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ പറ. കാരണം ഇതൊക്കെ ആക്ച്വലി ഹോണ്ട് ചെയ്യുന്ന കാര്യമായിരുന്നു. എന്നെ ഒരു കുറേ നാൾ വരെ എന്നെ ഹോണ്ട് ചെയ്യുമായിരുന്നു. കാരണം ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ അമ്മ പണ്ട് പറയുമായിരുന്നു അവൾ കോംപ്ലക്സും കൊണ്ട് നടക്കുകയെന്ന്. പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ വാസ് സോ സപ്പോർട്ടീവ്. ലൈക്ക് അവരെപ്പോഴും പറയായിരുന്നു ഇതൊക്കെയാണോ, ഇതൊക്കെ എന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു. ഐലാഷ് വെക്കുന്ന ഒരിക്കലും ശരിയായി വരാറില്ല. എനിക്ക് പറയാനുള്ളത് ബ്രൗൺ സ്കിൻ ഭയങ്കര യൂണീക്കാണ്. നമ്മളതിൽ ഒരിക്കലും ഇൻസെക്യൂർ ആവാൻ പാടില്ല. ഇത് പണ്ടത്തെ എന്നോടിപ്പം ആരെങ്കിലും പറയുകയാണെങ്കിൽ, വേറൊരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഇതൊന്നും കേൾക്കില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എനിക്ക് എന്നെപ്പോലെ ഇങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് കിട്ടിയ സ്കിൻ കളറിനെ എലിവേറ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. വേറൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. പറയാനുള്ളവർ പറഞ്ഞിട്ട് നമ്മൾ വേറൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു ഗൈസ്. ഇത്രയൊക്കെ പോരെ, മതി. ഇത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ഒരുക്കം. ഇത്രയൊക്കെ പോരെ. ഇതെൻ്റെ കൂടുതലാണോ എന്നാണ് എൻ്റെ ഡൗട്ട്. നമ്മളൊരു കഫേ പോകാൻ പോകണം, അതിനാണ് ഇത്ര ഒരുങ്ങി കിട്ടുന്നത്. കൊള്ളാമല്ലേ? കൊള്ളാം. സോ എനിക്ക് പറയാനുള്ളത്, ആരെയും ബ്രൗൺ സ്കിന്നാണ് അല്ലെങ്കിൽ കുറച്ച് കളർ കുറവാണെന്ന് പറഞ്ഞ് വിഷമിച്ചിരിപ്പുണ്ടെങ്കിൽ ഗേളീസ് റൊമാൻറ്റിസൈസ് ചെയ്യൂ. ഇങ്ങനത്തെ ഒരു സ്കിൻ ടോണൊന്നും ആർക്കും അധികം ഇല്ല. നമ്മൾ യൂണീക്കാണ്. സോ അപ്പോൾ ബൈ ഗൈസ്.